തിരുവനന്തപുരം ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഇതുവരെ മണ്ണ് മാറ്റിയിട്ടില്ല. അവിടേക്ക് ഒഴുകി വരുന്ന കുറച്ച് മുകളിലിടുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുറച്ച് ചപ്പുചവറുകൾ ജനങ്ങൾ വലിച്ചെറിയുന്നത് തന്നെയാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. പക്ഷേ ഈ മണ്ണൊലിച്ച് വന്നടിയുന്നത് സ്വാഭാവികമായിട്ടും മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ഒക്കെ തന്നെ ഓരോ വർഷവും ഇടവിട്ട് മാറ്റേണ്ടതാണ്. മാറ്റിയിട്ടില്ല. ഞങ്ങൾ മാറ്റിയ 100 ലോഡ് മണ്ണിൽ ഒരു 5-8 ലോഡ് മറ്റുള്ള മാലിന്യം ഉണ്ടാവും. ബാക്കി മുഴുവനും മണ്ണ് തന്നെയാണ്. വർഷങ്ങളായി മാറ്റിയിട്ടില്ല. അതാണ് കോർപ്പറേഷൻ ഞങ്ങളുടെ ചെലവിൽ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അന്വേഷിക്കണം മാധ്യമ പ്രവർത്തകർ. ഇതൊക്കെ എവിടെയാണ് മാറ്റിയത്, ആരാണ് മാറ്റിയത്, ഇത് ഒക്കെ അന്വേഷിക്കണം. ഞാനിപ്പോൾ ഒരു മേയറായിരുന്നുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾ തന്നെ അന്വേഷിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ കൂടെ പറയാം. നമ്മുടെ ഒരു സ്ലോട്ടർ ഹൗസ് കുന്നോഴിയിലുണ്ട്. അത് ഉദ്ഘാടനം നടത്തിയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടു കാണും, ഉദ്ഘാടന വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതറിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ടീം കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. അവിടെ ഇലക്ട്രിക് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കുക. മൃഗങ്ങളെ ഇറച്ചിയാക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിൽ ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കുന്നത്? അവിടുത്തെ ETP പ്ലാന്റ് വന്നിട്ടില്ല. അപ്പൊ കെട്ടിടം കെട്ടിയിട്ട് കുറച്ച് മെഷീനറി കൊണ്ടുവച്ചു എന്നുള്ളതിൽ അപ്പുറം ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അതിനുശേഷം ഈ ഭരണസമിതി മുൻകൈയെടുത്ത് അടിയന്തര സാഹചര്യത്തിൽ KSEBയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച, ഒരു ദിവസം 3-4 തവണ മേയറുടെ ഓഫീസിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്കാണ് KSEBയുമായി ഇലക്ട്രിക് കണക്ഷൻ കിട്ടാനുള്ള കരാർ ഒപ്പിട്ടത്. ഡെപ്പോസിറ്റ് വെച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് കോർപ്പറേഷൻ സെക്രട്ടറിയും KSEBയുമായുള്ള കരാർ ഒപ്പുവെച്ചത്. ഇനി നടപ്പിലാക്കുന്ന കമ്പനി കെല്ലുമായിട്ട് ഉള്ള ചില പണികൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ആ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെയാണ് സ്മാർട്ട് സിറ്റിയുടെ ഞാൻ പറഞ്ഞ ഇവിടെ മുഴുവനും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ എല്ലാം സ്ഥാപിച്ച് കോൺട്രാക്റ്റും കൊടുത്തെല്ലാം ചെയ്തിട്ടുണ്ട്. പലതിന്റെയും പണി 60% പോലും ആയിട്ടില്ല. ആയ സ്ഥലങ്ങളിൽ തന്നെ ഈസി ആയിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. 1000 കോടി സ്മാർട്ട് സിറ്റിയുടെ പേരിലൂടെ ചെലവാക്കിയതിന്റെ പിന്നിലും ഇങ്ങനെ കുറെ സാഹചര്യങ്ങളുണ്ട്. ആൾക്കാർ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ വെള്ളി, ശനി, ഞായറൊക്കെ വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും. എക്സാക്ട് ഓരോ ദിവസമുള്ള എണ്ണം വേരി ചെയ്തിരിക്കും. പറയാം, ഡിമാൻഡ് വരുന്നതനുസരിച്ചാണ് വാഹനം എടുക്കുന്നത്. ഹെൽത്തിൽ നിന്ന് അതിന്റെ ഇന്നലെ വരെയുള്ള റിപ്പോർട്ട് അവിടെ ചോദിച്ചാൽ കിട്ടും. ഉണ്ട്, വാഹനം ഓടുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ആ ദിവസങ്ങൾ വേണ്ടി വരില്ല. കൗൺസിലർമാർ വിളിക്കുന്ന അനുസരിച്ചിട്ടാണ്. കോർപ്പറേഷന് ചെറുതും വലുതുമായിട്ട് കോർപ്പറേഷന് 9-10 ടാങ്കർ വലിയ ടാങ്കറുണ്ട്. ഞാൻ എക്സാക്ട് എണ്ണം തരാം.